അല്ല, എനിക്കും അങ്ങനെ സംസാരിച്ച് പരിചയമില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാപ്പിംഗ് ആണ്. അപ്പോൾ ഓപ്പൺ സ്റ്റേറ്റ് മാപ്പ് ജേണി ഇൻ ടു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ്. അത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സർക്കുലർ ബസ്സസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, KSRTC. അപ്പോൾ KSRTC ബസ്സിൻ്റെ ടൈമിങ്സും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന് മാപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. സംഭവം നമ്മൾ കൊച്ചിയിൽ മുമ്പ് ജിയോ മൈൻസും എന്നൊരു ഏജൻസിയും നമ്മുടെ ഫ്രാൻസിലെ ഒരു ജംഗിൾ ബസ് എന്നൊരു ഏജൻസിയുമായിട്ട് സഹകരിച്ച് GCDAക്ക് വേണ്ടി ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഹോട്ടിന് ഗ്രാൻഡിന് ഗ്രാൻഡ് കിട്ടുകയും ചെയ്തത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ഡാറ്റ ജനറേഷൻ ഇൻ ട്രിവാൻഡ്രം എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. ഇപ്പോൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി അറിയാമല്ലോ. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് മാപ്പിംഗ് ആയാലും ഇപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് നമ്മൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ മാപ്പ് ചെയ്യുന്നത്. ഒന്ന് വെയ്സ്, ഒന്ന് നോട്ട്സ്, പിന്നെ ഒന്ന് റിലേഷൻസ് ആണ്, പിന്നെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്തുകൊണ്ട് മാറ്റർ ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊച്ചിയിലായാലും ഇത് ഇപ്പോൾ റോഡുകളുടെ നമ്മളിപ്പോൾ എത്രത്തോളം നമ്മളിങ്ങനെ റോഡ് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരുന്നാലും വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വാഹനങ്ങളെ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഉപയോഗപ്രദമായി ആക്സസിബിളായിട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ആ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ ആ മാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാപ്പിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ KSRTC ആയി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ കുറച്ച് ഡാറ്റ നമുക്ക് തന്നു. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ ഡാറ്റയും ഫീൽഡിലെ ഡാറ്റയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ കൊച്ചിയിൽ മാപ്പ് ചെയ്തപ്പോഴും നമ്മൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓടിക്കും. ഈ KSRTC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ആൾ, നമ്മളിപ്പോൾ ഒരു ജെട്ടി ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 ആളെ കയറിയിട്ടുള്ളൂ. നോർത്ത് പറവൂർ ബസ്സാണെങ്കിൽ അവർ പറയും 2 ആളല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ആ റൂട്ട് പോകണ്ട, അടുത്ത റൂട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ ആ റൂട്ട് കട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ട് ഒരു ആപ്പിൽ കാണിച്ചു കൊടുത്താൽ ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു സമയം കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സമയത്ത് ഈ ബസ് ഓടുന്നില്ല. പക്ഷേ പ്രൈവറ്റ് ഓണേഴ്സിനാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടണമെന്നുള്ളതുകൊണ്ട് തൊഴിലാളികൾ കൃത്യമായി ഓടിക്കുകയും ചെയ്യും. പിന്നെ അവിടെയും ഉണ്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, അവർ 1-2 ഇപ്പോൾ ആൾക്കാരേ ഉള്ളൂ, റെയറായിട്ട് അങ്ങനെ ആൾക്കാർ വരുന്നതെങ്കിൽ അവർ ചിലപ്പോൾ ഒരു വഴിയിൽ ഇറക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറ്റി അങ്ങ് വിടും, ഇപ്പോൾ ആ റോഡ് പോകുന്ന. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രത്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സർക്കുലർ എല്ലാം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൂടെ പോകുന്ന ബസ്സുകളാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു സമരം വന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ അത് നമ്മൾ നോട്ടിലിട്ടിട്ട് പിന്നെ നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോൾ അത് കണക്കാക്കി വരയ്ക്കണം. പിന്നെ നമ്മളിപ്പോൾ ഫീൽഡിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി OSN ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. OSN ട്രാക്കറിൻ്റെ ഒരു കസ്റ്റം പ്രിസെറ്റ് വെച്ചിട്ട് ബസ് സ്റ്റോപ്സും എല്ലാ ഇതുമില്ല, ബസ് സ്റ്റോപ്സിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്, പ്രധാനമായിട്ട് അവിടെ ബോർഡുണ്ടോ, പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ നമ്പർ എത്രയാണ്, പിന്നെ ബസ് സ്റ്റോപ്പ് ഷെൽട്ടർ അവൈലബിൾ ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ പ്രിസെറ്റിലുള്ളത്. പിന്നെ ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ, ഈ ഡാറ്റ നമ്മൾ KSRTC നമ്മൾ ജനറേറ്റ് ചെയ്ത ഡാറ്റ KSRTCയിലെ ആ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതെന്തെങ്കിലും അപാകതകളുണ്ടോ അവരുടെ ഡാറ്റ ആയിട്ടുള്ള കറക്ഷനും കാര്യങ്ങളുമാണ്. പിന്നെ ഇത് അവർ നമുക്ക് GTFS കുറച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ GTFSൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ GTFS നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് OSMലേക്ക് മാറ്റാം മാപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ അവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരാൾക്ക് ഒരു മാപ്പ് ചെയ്യണം, ഒരു വിഷ്വൽ ഡാറ്റ അനലൈസ് ചെയ്യണം. ഇപ്പോൾ എത്ര ബസ് സ്റ്റോപ്സിന് ഷെൽട്ടർ ഉണ്ടെന്ന് അനലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ GTFS ഡാറ്റ വെച്ച് കഴിയില്ല. അപ്പോൾ GTFS ഡാറ്റേഴ്സിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ സമയവും പിന്നെ സ്റ്റോപ്പിൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ അവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. പിന്നെ അതുമാത്രമല്ല, ഈ GTFS ഡാറ്റയിൽ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം സിറ്റി സർക്കുലറിൽ ഇപ്പം ഒരു രാവിലെ 10 മണി മുതൽ 4 മണി വരെ അവർ കൃത്യമായിട്ട് ബസ് പോകുന്നുണ്ട്. പക്ഷേ ഈ 4 മണി ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ഇത് വേറൊരു റൂട്ടിലാണ് പോകുന്നത്, സ്ഥിരം ഒരു റൂട്ടിലല്ല. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പ്രത്യേകം GTFS ജനറേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഗൂഗിൾ ട്രാൻസ്മിറ്റ് ഫീഡ് എന്ന് പറഞ്ഞിട്ട് ആണ് ഈ GTFS എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഗൂഗിളാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ GTFS എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മെട്രോ ആയാലും കൊച്ചി മെട്രോ എല്ലാം ഉപയോഗിക്കുന്നത് GTFSലാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ലൈവ് ഡാറ്റ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഈ KSRTC ആയിരുന്നാൽ പോലും അവർ ചിലപ്പോൾ
നാളെ ഒരു ശബരിമല സീസണോ അല്ലെങ്കിൽ ഒരു ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുമ്പോൾ ബസ് റൂട്ടും ബാക്കി സംവിധാനങ്ങളെല്ലാം മാറും. അപ്പോൾ ഒരു ലൈവ് ഡേറ്റ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം. അതായത് GTFS മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് മാത്രമായിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിലും അവർ വലുതായിട്ട് എൻകറേജ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു പ്ലാറ്റ്ഫോമിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ഡേറ്റ കേരളയിലോട്ടോ ഈ ഒരു പബ്ലിക്കിന് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നിടത്തേക്ക് പോകാൻ വേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ബസ് അവൈലബിൾ ആണ് എന്ന് റിസൾട്ട് കിട്ടുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഏകദേശം ഒരു 19-20ഓളം സർക്കുലർ റൂട്ടുകളാണുള്ളത്. അപ്പോൾ ആ സർക്കുലർ റൂട്ടുകൾ മാപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും റിസോഴ്സസ് ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൈവറ്റ് റൂട്ടും കൂടെ അവിടെ മാപ്പ് ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കൊച്ചിയിൽ നമ്മൾ മാപ്പ് ചെയ്തതിൻ്റെ ഇതാണ്. കൊച്ചിയിൽ നമ്മൾ മാപ്പ് ചെയ്തതിൽ ഏകദേശം 156ഓളം റൂട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ റൂട്ട് ചെയ്തതാണ്. അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജംഗിൾ ബസ് തന്നെ ഒരു ഫ്രണ്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ റെൻഡർ ചെയ്യണം. ഇത് ഇപ്പോൾ അതിലേതെങ്കിലും റൂട്ട് എടുക്കാവോ? ഇതിപ്പോൾ ഹൈക്കോർട്ട് ടു നെടുങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വൈപ്പിൻ വഴി പോകുന്ന ബസ്സിൻ്റെ കാര്യമാണ്. മോഫസിൽ എന്ന് പറഞ്ഞിട്ടാണ് പെർമിറ്റ്. അതാണ് നെറ്റ്വർക്കായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന. പ്രൈവറ്റ് ഓണേഴ്സാണ്. 2 ട്രിപ്പാണുള്ളത്. പിന്നെ ഷെഡ്യൂൾസിൽ നമ്മൾ ടൈം ആഡ് ചെയ്തിട്ടില്ല. ഇനി ഏതൊക്കെ സ്റ്റോപ്സ് എന്നുള്ളത് അതിൻ്റെ താഴെയായിട്ടുണ്ട്. ആദ്യം ഹൈക്കോർട്ട് മുതൽ പിന്നെ അടുത്ത് ഓരോ സ്റ്റോപ്പും കടന്നു പോകുന്ന സ്റ്റോപ്പുകളാണ്. പിന്നെ നെടുങ്ങാട് പള്ളി, അത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ വിഷ്വലൈസ് ചെയ്തേക്കുന്ന സ്റ്റോപ്സ് ആണ്. അത് ഏത് റൂട്ടിൽ കൂടെ പോയിരിക്കുന്നു, ഏതൊക്കെ സ്റ്റോപ്പുകൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ വിഷ്വലൈസ് ചെയ്തേക്കുന്നത്. ഇതാ രണ്ടാമത്തെ നെടുങ്ങാട് ഹൈക്കോടതിയിൽ നിന്ന് പോയ അതേ റൂട്ടിൻ്റെ തിരിച്ചുള്ള ഇതാണ് റൂട്ടാണ്. GTFSൻ്റെ അതേ മോഡലിൽ വിഷ്വലൈസ് ചെയ്തേക്കുന്നതാണ്. Okay, thanks. Thank you, Yasin. Any questions?